ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു നിർത്തിയത് ഫ്ലൂക്ക് വൈറ്റിന്റെ കയ്യിലുള്ള ഗണ്ണ് കണ്ടുപിടിച്ചിട്ട് സത്യം പറ, നിനക്ക് എവിടുന്നായി ഗണ്ണ് കിട്ടിയത്? ഗണ്ണ് കിട്ടിയിട്ട് എത്ര നേരമായി? നീയല്ലേ കൊലയാളി എന്നൊക്കെ നിർത്താതെ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ വൈറ്റ് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഞാൻ നല്ല കൊലയാളി, ഈ ഗണ്ണ് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയറ് തെരഞ്ഞോണ്ടിരുന്ന ടൈമിൽ കിട്ടിയതാന്നൊക്കെ. പക്ഷെ ഇവൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ഫ്ലൂക്കിനാണെങ്കിൽ വിശ്വാസം വരുന്നില്ല. അവൻ അപ്പോഴും ഗണ്ണ് ചൂണ്ടി നിൽക്കാണ്. ഇവര് ഇങ്ങനെ നീഡിലൊക്കെ തെരഞ്ഞെടുക്കുന്ന ടൈമിൽ ഇവർക്കൊരു പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെട്ടി താഴെ കിടക്കാണ്. അതെടുക്കാൻ ഫ്ലൂക്ക് പറയുന്നുണ്ട്. അത് തുറന്നു നോക്കുന്നത് വൈറ്റാണ്. തുറന്നു നോക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ത്രെഡ്, സൂചി എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. ഗണ്ണ് ചൂണ്ടിക്കൊണ്ട് വൈറ്റിന്റെ അടുത്ത് ആ ഒരു സൂചി നൂല് ഓർക്കാൻ പറയുന്നുണ്ട്. നോർമലി ഒരു മനുഷ്യന്റെ നേർക്ക് ഗണ്ണ് ചൂണ്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പോഴാണ് ഒരു നൂല് ഓർക്കാൻ പറയുന്നത്. അവന് നൂല് ഓർക്കാനും പറ്റുന്നില്ല. നിനക്ക് ഇതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഫ്ലൂക്ക്, പ്ലീസ് ആ ഒരു ഗണ്ണൊന്ന് മാറ്റി വെക്കാവോ? അത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് വൈറ്റ്. അപ്പൊ നമ്മുടെ ഫ്ലൂക്കിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ ശരിക്കും പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ആ ഒരു ഗണ്ണ് അവന് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചിട്ട് വൈറ്റിനോട്, വൈറ്റ് ഞാൻ ആ ഒരു ഗണ്ണ് മാറ്റി വെച്ചു, ഇനിയെങ്കിലും നിനക്കിത് ചെയ്തൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ വൈറ്റ് എങ്ങനെയൊക്കെയോ കോർത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ആ ഒരു ബ്ലീഡിംഗ് ഉള്ള സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഓക്കെ ആയില്ല, ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. തൽക്കാലത്തേക്ക് ബ്ലീഡിങ് നിന്നിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര നേരത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈറ്റിന്റെ അടുത്ത് പറയുന്നുണ്ട്, പോർണ്ണ നോക്കിക്കോ, ഞാൻ പോയി ചെന്ന് കൈ കഴുകിയിട്ട് വരാന്ന്. നമ്മുടെ പോർ അവിടെ നിന്ന് പോയ പാടത്തന്നെ വാക്കി ടോക്കി എടുത്തിട്ട് വൈറ്റ് ആണെങ്കിൽ ഫ്ലൂക്കിന്റെ കയ്യിൽ ഗണ്ണ് ഇട്ടിട്ടുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, പ്ലീസ് നീ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അവൻ വാക്കി ടോക്കി വഴി പറയുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് പെട്ടിക്കകത്തായ ജിന്നിനെയും പിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ടെന്നൊക്കെ അവൻ പറയുമ്പോഴേ പി ആണെങ്കിൽ, നീ പേടിക്കണ്ട, നിന്റെ കൂടെ എന്തായാലും ഞാനുണ്ടല്ലോ, നിനക്കൊന്നും സംഭവിക്കാനും ഞാൻ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറച്ചുകൂടെ അടുത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാവനായിരിക്കും നമ്മുടെ വിധിയെന്ന്. ഇതേക്കുന്ന പി ആണെങ്കിൽ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കൈയോട് ഭയങ്കര ശക്തമായിട്ട് ആ പെട്ടിയിലിട്ട് ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ട്. ഈ ഒരു പെട്ടി ഇരിക്കുന്നത് ഒരു കല്ലിന്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടി മറിഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. നമ്മുടെ ജിന്നാണെങ്കിൽ കൈ ഇടിച്ചാണ് വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ആ ബോണ് ഡിസ്ലൊക്കേറ്റഡ് ആവും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പി എടുത്ത് പറയുമ്പോഴേ പി അവന്റെ ഷർട്ട് ഊരിയിട്ട് ഈ കൈ ഒടിഞ്ഞു പോകുമ്പോഴൊക്കെ കെട്ടിക്കൊടുക്കത്തില്ലേ, അതേമാതിരി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതെന്നൊക്കെ പരസ്പരം സംസാരിക്കുമ്പോഴേ പി പറയുന്നുണ്ട്, നമ്മൾ ഏത് വഴിയിലാണ് വന്നത് ആ വഴി കൂടെ തന്നെ നമുക്ക് രക്ഷപ്പെടാമെന്ന്. അതേസമയം ഇവിടെ ടീയും ടാനും കൂടി കാട്ടിക്കൂടെ നടന്നു വരികയാണ് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നടന്നു വരുമ്പോൾ ടാൻ ചോദിക്കുന്നുണ്ട്, ഈ കഥയൊക്കെ എഴുതിയ നിങ്ങളല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആ ഒരു കില്ലറിന്റെ സ്വഭാവം എന്താണെന്ന്? ഇതേക്കുന്ന ടീ ആണെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല, അത് എഴുതിയത് നോണാണ്, നോണ് മാത്രമേ അതിനെപ്പറ്റി അറിയത്തുള്ളൂ. ഇപ്പൊ നമ്മളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നോണിന്റെ ഗോസ്റ്റാന്ന് പറയുമ്പോഴേ ടാന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തോ പറയുന്നത്, ഏത് ഗോസ്റ്റാണ് ഒരു മനുഷ്യനെ പിടിച്ച് പൊക്കി എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ടീ ആണെങ്കിൽ, എന്നെ പോലെ ഒരു മനുഷ്യനെ എടുത്ത് പൊക്കാൻ എന്തായാലും മനുഷ്യന്മാർക്ക് പറ്റത്തില്ല, അത് ഉറപ്പായിട്ട് നോണിന്റെ ഗോസ്റ്റ് തന്നെയാണെന്ന് പറയുമ്പോഴേ, അപ്പൊ പിന്നെ നിനക്ക് ഉറപ്പാണല്ലേ നോണ് മരിച്ചു പോയെന്ന്? ഇവനിങ്ങനെ ഒരുമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ടീക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്കിതല്ലാതെ വേറൊന്നും പറയാനില്ലേ? ആദ്യം ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം, അതിനുള്ള വഴിവെല്ലാം പറഞ്ഞാടാന്ന് പറയണേ. അതേസമയം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മാസ്ക് വെച്ച കറുത്ത രൂപം വണ്ടി എടുത്തുകൊണ്ട് വരുന്നതായിട്ട്. അവൻ പെട്ടെന്ന് തന്നെ ആ മാസ്ക് മാറ്റുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു മാസ്ക് മാറ്റുമ്പോൾ അത് വേറെ ആരുമില്ല, നമ്മുടെ ടോപ്പാണ്. ആക്ച്വലി ഞാൻ ടോപ്പിനെ കണ്ടിട്ട് ആകെപ്പാട് ഷോക്കായി. ഇനിയിപ്പോൾ ടോപ്പാണോ ഇതൊക്കെ ചെയ്യുന്നത്, അത് വേറെ ആരെങ്കിലാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആകെപ്പാട് കൺഫ്യൂഷനായി. എന്തായാലും ഇവരുടെ ആ ഒരു 3 വർഷത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് കഥ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ നമ്മുടെ പി എഞ്ചിനും കൂടി നേരെ വീട്ടിലേക്ക് പോകാനുള്ളതിന് പകരം അവർ രണ്ടുപേരും കൂടി നേരെ ആ ഒരു ബലി കൊടുക്കുന്ന സ്ഥലമില്ലേ അതിനകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറിയപാട് തന്നെ ടീയും ടാനയും തിരക്കുന്നുണ്ട്, അവിടെയും കാണുന്നില്ല. പെട്ടെന്ന് ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ഈ ശവങ്ങളെ കെട്ടിവെച്ച് എങ്ങനെ ഇരിക്കും, അതേപോലെ 2 ബോഡി കാണുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ പേടിച്ചു പോകുന്നുണ്ട്. പി എന്നിട്ട് ജിന്നിനെ ഒരിടത്ത് ഇരുത്തിയിട്ട് അവനത് തുറന്നു നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ജിന്നിനാണെങ്കിൽ പുറവശത്ത് ആരോ നിൽക്കുന്നതായിട്ട് അവന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴും അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. പി എടുത്ത് അതിനെ ചോദിക്കുന്നുണ്ട്, പി നിനക്ക് എന്തെങ്കിലും തോന്നിയോ എന്നൊക്കെ. പി ആണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് അഴിച്ചു നോക്കുമ്പോഴേ ഇതിനകത്ത് ഫുള്ള് കരിയിലയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിന്നിന് പിന്നെയും പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഡോറിന്റെ അടുത്തായിട്ട് ആരോ നിൽക്കുന്നുണ്ട്. ഇത് ഡെങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പി ആണെങ്കിൽ ഇല്ല അവിടെ എങ്ങും ആരില്ല, നിനക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ട് അവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. അതേസമയം ഇവിടെ ഫ്ലൂക്കിനെ വൈറ്റിനെയാണ് കാണിക്കുന്നത്. വൈറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ കാണിക്കാത്തതെന്ന്? അതിനകത്തുള്ള വേറെ ഒന്നല്ല, നീ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളെല്ലാം ഡ്രിങ്ക് ചെയ്യുന്നത്, അതിൽ ഫുള്ള് ഞങ്ങൾ ഡ്രിങ്ക് ചെയ്യുന്ന വീഡിയോ ആണുള്ളത്. അതെങ്ങാനും പുറത്ത് ലീക്കായി കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ എന്താവും? എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതൊക്കെ ഇല്ലാതായി പോകുന്നുള്ള പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പൂർണ്ണ ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഫ്ലൂക്ക് വൈറ്റിൻ്റെ അടുത്ത് പോയി ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയാണ്. കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ പൂർണ്ണ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലഡൊക്കെ കാണുന്നുണ്ട്. ഇവരങ്ങ് ഒരുമാതിരി ആവാണ്. അവൻ എങ്ങനെയൊക്കെയോ വെള്ളം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി വരുമ്പോൾ അവിടെ ന്യൂസ് പേപ്പർ കാണുന്നുണ്ട്. ന്യൂസ് പേപ്പർ കണ്ട പോലെ തന്നെ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറെ കൂടെ ഫ്ലൂക്ക് മിണ്ടാതെ അങ്ങ് കയറി വരികയാണ്. സത്യം പറഞ്ഞാൽ ഞാനും പേടിച്ചു ഇവന്റെ ആ വരക്കം കണ്ടിട്ട്. ഇവനെ കണ്ട പാടെ തന്നെ വൈറ്റ് ആണെങ്കിൽ, നീ പോയി ചെന്ന് പോറിന്റെ അടുത്ത് ഇരുന്നോ, ഞാൻ ഈ വെള്ളമായിട്ടൊക്കെ വരാമെന്ന് പറയാണ്.
നീ ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ഫ്ലൂക്ക്. പിന്നെ നമ്മുടെ വൈറ്റ് ആ ഒരു ന്യൂസ് പേപ്പറിലോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട പാടെ തന്നെ ഫ്ലൂക്ക് ആണെങ്കിൽ നിനക്ക് ഇയാൾ അറിഞ്ഞൂടെ, ഇത് ടീയുടെ പാർട്ണറാണ്, നിനക്ക് ഇതുവരെ ടീയുടെ അങ്കിളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ടീ പറഞ്ഞു തന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കും വൈറ്റ് ആണെങ്കിൽ ഒന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു കറക്റ്റ് ടൈം തന്നെ കോളിംഗ് ബില്ല് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് ടീ ആണെന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് അവിടെ നിന്ന് ഓടി ചെല്ലുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ നമ്മുടെ ടോപ്പാണ്. ടോപ്പ് ഇവരെ കണ്ട പാടെ തന്നെ നേരെ അങ്ങ് താഴത്തേക്ക് വന്ന് വീഴുവാണ്. അതോടൊപ്പം തന്നെ വൊമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെയോ തൂക്കി എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോയി കിടത്തുവാണ്. കിടത്തിയ പാടെ തന്നെ വൈറ്റ് ചോദിക്കുന്നുണ്ട്, ഫ്ലൂക്ക് ഇവൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ. ആദ്യം നീ പോയി ചെന്ന് ടോർച്ച് എടുത്തുകൊണ്ട് വരാൻ ഫ്ലൂക്കും പറയുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ടോർച്ച് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ടോപ്പാണെങ്കിൽ 3 വർഷത്തിന് മുമ്പ് ഞങ്ങളാണ് അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ പറയാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഫ്ലൂക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുള്ള ആ ഗണ്ണ് എടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ആ ഒരു കറക്റ്റ് ടൈം തന്നെ അവിടേക്ക് വൈറ്റ് വരുന്നുണ്ട്. വൈറ്റിനെ കണ്ട പോലെ തന്നെ അവൻ ആ ഒരു ഗണ്ണ് എടുത്ത് മാറ്റുവാണ്. വൈറ്റ് ആണെങ്കിൽ ആ ടോർച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് നോക്കാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവരാന്നുണ്ടെങ്കിൽ ടോർച്ച് അടിച്ചൊക്കെ നോക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന രണ്ടുപേരെയും പുറത്താണെങ്കിൽ രണ്ടുപേരും കൂടി ക്ലേ എടുക്കാണ്ടി വന്നേക്കാണ്. അന്നേരം നമ്മുടെ വൈറ്റ് ചോദിക്കുന്നുണ്ട്, ഈ ക്ലേ വെച്ച് നമ്മുടെ ടോപ്പിന്റെ അസുഖമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അവന്റെ ഉള്ളിലേക്ക് വിഷം ചെന്നിട്ടുണ്ട്. ആ ഒരു വിഷം മാറണമെന്നുണ്ടെങ്കിൽ ക്ലേ കുറച്ച് വെള്ളത്തിൽ കലക്കി അവനെ കൊണ്ട് കുടിപ്പിക്കണം, അതുകൊണ്ട് മാറുമെന്നൊക്കെ നമ്മുടെ ഫ്ലൂക്ക് പറയുന്നുണ്ട്. നീ എന്തായാലും ഒരു ഡോക്ടറിന് പഠിക്കല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് മണ്ണിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഫ്ലൂക്ക് ആണെങ്കിൽ പുറകെ കൂടെ ഈ മണ്ണ് ഊരുന്ന സാധനം ഉണ്ടല്ലോ നീളത്തിലുള്ള, അതും കൊണ്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവൻ വരുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റിന്റെ തലയ്ക്ക് അടിക്കാൻ പോകുന്നുള്ള രീതിയിലാണ് അടുത്തേക്ക് വരുന്നത്. അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു സാധനം എടുത്ത് താഴത്തേക്ക് വെച്ച് കൊടുത്തിട്ട്, നിന്റെ കയ്യിൽ വെറുതെ അഴുക്കൊന്നും ആക്കണ്ട, ഇതാ ഇത് വെച്ച് ക്ലേ എടുത്തോളാൻ പറയാണ്. ആ ഒരു സമയത്ത് ഇവിടെ കാണിക്കുന്നത് ടോപ്പിനെയാണ്. ടോപ്പിനാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബാധ കയറിയ അവസ്ഥയിലാണ്. ഇവിടെ ഇവരാണെങ്കിൽ ക്ലേ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ നാളെ നമ്മൾ വെയിൽ വന്ന് ഉണങ്ങുന്നവരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് വൈറ്റ് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവരുടെ വാക്കി ടോക്കിൽ നന്നായിട്ട് തന്നെ റേഞ്ച് കയറിയാണ്. പെട്ടെന്ന് തന്നെ ടീക്കും ടാനും എടുത്ത് മനസ്സിലാവുന്നുണ്ട്. ടീ ആണെങ്കിൽ വൈറ്റിൻ്റെ അടുത്ത്, വൈറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവൻ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ ഒരു മദ്രയിൽ ആൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ ആര് വന്ന് വിളിച്ചാലും ശരി എന്നെ കഥ ഒന്നും തുറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വൈറ്റ് ആണെങ്കിൽ ഇവിടെയും ആരും വന്നിട്ടില്ല, ഞാനും ഫ്ലൂക്കും പുറത്തേക്കാണ്. അതേപോലെ തന്നെ ഇവിടേക്ക് ടോപ്പ് വന്നിട്ടുണ്ട്. ടോപ്പിനാണെങ്കിൽ തീരെ വയ്യ. സോ അവന് വേണ്ടിയിട്ടുള്ള മെഡിസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കാണിക്കുന്ന ടോപ്പിനെയാണ്. ടോപ്പ് പെട്ടെന്ന് കണ്ണുറക്കുന്നുണ്ട്. അവൻ നേരെ വരുന്നത് പോറിന്റെ അടുത്തേക്കാണ്. പോറിന്റെ അടുത്തേക്ക് വന്ന പാടെ തന്നെ അവന്റെ വയറ്റിൽ ഒരു കുറ്റി ഇങ്ങനെ തളച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കുറ്റിയാണെന്നുണ്ടെങ്കിൽ വലിച്ചു ഊരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മുടെ ടീ ആണെങ്കിൽ എന്തു പറഞ്ഞത് ടോപ്പ് അവിടേക്ക് വന്നിട്ടുണ്ടെന്ന്. ടോപ്പ് എങ്ങനെ വന്നേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് അവൻ വണ്ടിയിലാണ് വന്നേന്ന് വൈറ്റും. എന്നാൽ പിന്നെ ആ ഒരു കൊലയാളി ടോപ്പ് തന്നെയാണെന്ന് ടീ പറയാണ്. അതേസമയം ടോപ്പാണെങ്കിൽ പോറിന്റെ വയറ്റിൽ കുത്തിയിട്ടുള്ള ആ ഒരു കുറ്റിയും പറിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ പോറ് മരിച്ചുകയും ചെയ്യുന്നുണ്ട്. ടോപ്പും വയറ്റും കൂടി അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് ടോപ്പിന്റെ കയ്യിൽ ആ ഒരു കുറ്റിയും പിടിച്ചുകൊണ്ട് ടോപ്പ് അങ്ങനെ നിൽക്കുകയാണ്. ഇവന്മാർ രണ്ടും കൂടി പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫ്ലൂക്ക് ആണെങ്കിൽ ഗണ്ണ് എടുത്തിട്ട് നേരെ അത് ടോപ്പിന്റെ നേർക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ടോപ്പാണെന്നുണ്ടെങ്കിൽ നേരെ ഇവരെ അടുത്തേക്ക് വന്നിട്ട് ഫ്ലൂക്കിന്റെ നിന്ന് ഗണ്ണ് പിടിച്ചു വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിടിവലിക്കിടയിൽ ആ ഒരു ഗണ്ണിനകത്ത് നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് വേറൊരു ദിശയിലേക്കാണ് പോകുന്നത്. ഇവർ രണ്ടുകൂടെ പിടിവലിക്കിടയിൽ ആ ഒരു ഗണ്ണാണെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. അതെടുക്കാൻ വേണ്ടി ഫ്ലൂക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഫ്ലൂക്കിന്റെ കാലെ പിടിച്ച് വലിച്ചു മാറ്റിയും ഇടുകയാണ്. അതിനുശേഷം ടോപ്പാണ് ആ ഒരു ഗണ്ണ് എടുക്കാൻ വേണ്ടി ചെല്ലുന്നത്. ഇത് കാണുന്ന വൈറ്റ് ആണെങ്കിൽ അടുത്തുള്ള ഒരു സാധനം വെച്ച് പെട്ടെന്ന് ടീയുടെ തലയ്ക്ക് ഒരു അറ്റടി വെച്ച് കൊടുക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. അവൻ താഴത്തേക്ക് വീഴുന്ന കണ്ടപാടെ തന്നെ ഫ്ലൂക്ക് ആണെങ്കിൽ ഓടിച്ചെന്ന് പൂർണ്ണ ചെന്ന് നോക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. അവന് മാത്രമല്ല വൈറ്റിനും ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. രണ്ടുപേരും കൂടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടേക്ക് ടീയും ടാനും വരുന്നുണ്ട്. ടീയെ കണ്ടപാടെ തന്നെ വൈറ്റ് ആണെങ്കിൽ പോയി ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഫ്ലൂക്ക് ആണെങ്കിൽ പോറ് മരിച്ചു വരാൻ പറയാണ്. നീ ഒരു ഡോക്ടറിന് പഠിക്കുന്ന പയ്യനല്ലായിരുന്നോ, നിനക്ക് അവനെ സേവ് ചെയ്തുകൂടെ എന്ന് ടീ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തോ ചെയ്യാനാണ്, എന്നെ കൊണ്ടാവുന്ന വിധമെല്ലാം ഞാൻ ശ്രമിച്ചാണ്, പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ടാൻ ചോദിക്കുന്നുണ്ട് ടോപ്പ് എന്തെന്ന്. ടോപ്പ് അവിടെ താഴെ വീണ് കിടക്കാമെന്ന് ഇവരും. അങ്ങനെ ഇവർ 4 പേരും കൂടി അകത്തേക്ക് ഓടിപ്പോവാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന പിയും ജിന്നിനാണ്. രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഡോർ ആരും ക്ലോസ് ചെയ്തേക്കാണ്. പി ആണെങ്കിൽ ജിന്നിനെ ഒരിടത്തേക്ക് ഇരുത്തിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് തള്ളി നോക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അകത്തേക്ക് വന്ന് ടീയും ടാനും കൂടി പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്, ഇവിടേക്ക് എന്തായാലും വണ്ടി വരാൻ പോകുന്നുണ്ട്, ഞങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു എന്നൊക്കെ. നീ എന്തോ പറയുന്നത്, ഇവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്താണ് പാരൻസിൻ്റെ അടുത്തും പോലീസിൻ്റെ അടുത്തും പറയേണ്ടത്? പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി എന്താവും എന്നൊക്കെ നമ്മുടെ ഫ്ലൂക്ക് ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാണ് പറയുന്നത്, ഇതെല്ലാം ചെയ്ത ടോപ്പല്ലേ, സോ നമ്മൾ ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ ഇന്ന് ടീ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്ലൂക്ക് ആണെങ്കിൽ നിനക്ക് അതൊക്കെ പറയാം, പക്ഷെ 3 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴേ ടീക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ശരിക്കും ഒരു സെൽഫിഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഫ്ലൂക്കിനാണെങ്കിൽ നല്ലൊരു ഡോക്ടർ ആവണം, അവനവൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനുണ്ട്,
പോലീസിനോട് പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അത് ഇവരുടെ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കത്തില്ലേ? അതാലോചിച്ചിട്ടാണ് ഫ്ലൂക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവരൊട്ടും തന്നെ സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ഫ്ലൂക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൺ എടുത്തിട്ട് വൈറ്റിന് നേർക്ക് ചൂണ്ടുവാണ്. ടീ ആണെങ്കിൽ വൈറ്റിന് മുമ്പിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ഒന്നും ചെയ്യില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അവനെ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യണം, ആ ഒരു വാക്കി ടോക്കി താഴത്തേക്ക് ഇടാൻ പറയാണ്. പെട്ടെന്ന് തന്നെ ടീ വാക്കി ടോക്കി താഴത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ വാക്കി ടോക്കിന്ന് പുറത്തു നിന്നുകൊണ്ട് കണക്ഷൻ വരുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴാണ് നിങ്ങളെ വന്ന് പിക്ക് ചെയ്യേണ്ടതെന്ന്. ഇത് കേട്ട പാടെ തന്നെ ഫ്ലൂക്ക് ആണെങ്കിൽ ഞാൻ പോകേണ്ട ഫ്രണ്ടാണ് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിക്കണം, അതിനുശേഷം ഞങ്ങളത് അറിയിച്ചോളാം എന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വാക്കി ടോക്കി തള്ളി മാറ്റുന്നുണ്ട്. നിനക്ക് എങ്ങനെ ഇത്രയധികം സെൽഫിഷായിട്ട് പെരുമാറാൻ പറ്റുന്നതെന്ന് ടീ ചോദിക്കുമ്പോൾ, ആരാ സെൽഫിഷ്? എല്ലാം ചെയ്തത് നീ ഒറ്റ ഒരുത്തനാണ്. 3 വർഷത്തിന് മുമ്പ് നടന്ന എല്ലാ സംഭവത്തിനും കാരണക്കാരെ നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ടോപ്പ് ഒരുമാതിരി വെച്ചുകൊണ്ട് കിടന്നെടുത്തൊന്നും അങ്ങ് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് ഇരുന്ന പാടെ തന്നെ, നീ പറഞ്ഞതാണ് കറക്റ്റ്, എല്ലാം ചെയ്ത ടീ ആണ്, ടീ കാണണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു വല്ലാത്ത രീതിയിൽ നിന്നങ്ങ് ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാവരും പേടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഫ്ലൂക്കിനെയും ഗണ്ണിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഒരു ശബ്ദം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലൂക്ക് ടോപ്പിനെ വെടിവെച്ചതാണോ അതോ വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ ഒന്നും അറിയത്തില്ല. സോ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ.